ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നന്ദനെ കാണാതായി എന്ന് പറഞ്ഞിട്ടും ദേവികയ്ക്ക് വലിയ വിഷമമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ മുരളി ചോദിക്കുമ്പോൾ ദേവിക എന്നുണ്ടെങ്കിൽ ആകെ തകർന്നു പോവുകയാണ്. അതായത് തന്നെ മനസ്സിലാക്കിയ ഒരാളാണ് മുരളി എന്നാണ് ദേവിക വിചാരിച്ചത്. പക്ഷെ മുരളിയിൽ നിന്നും ഇങ്ങനെ ചോദ്യം കേട്ടപ്പോൾ തന്നെ അവളാന്നുണ്ടെങ്കിൽ വിഷമിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോവുന്നുണ്ട്. പിന്നീട് രചനയെന്നുണ്ടെങ്കിൽ നന്ദനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്. ഗിരീഷ് എന്നുണ്ടെങ്കിൽ ഇനിയൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണേ. ഇതേ സമയം ഹരിവക്കീലെന്നുണ്ടെങ്കിൽ ഒരു സംശയം വരുന്നുണ്ട്. അതായത് കേസിന്റെ കാര്യമായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്ദൻ തന്നെ തനിയെ മാറി നിൽക്കുകയാണോ എന്നിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തന്നെ പ്രഭാവതി എന്നുണ്ടെങ്കിൽ അതിനെ നല്ലോണം എതിർക്കുകയാണ്. നന്ദൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇനിയിപ്പോൾ അവനെങ്ങാനും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എൻ്റെ അടുത്ത് എന്തായാലും പറയും എന്ന് പറയുമ്പോൾ തന്നെ നന്ദനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നൊരു വാക്ക് പ്രഭാവതിക്ക് കൊടുക്കുകയാണ്. ഇതേ സമയം ബെല്ലിയുടെയും ഋഷിയുടെയും ഇടയിൽ കുറച്ച് തർക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നന്ദൻ ഹാജരായാൽ പലരുടെയും മുഖം മൂടി അഴിഞ്ഞു വീഴും എന്നറിയണ ഋഷിയാന്നുണ്ടെങ്കിൽ നന്ദനെ ഇസബെല്ല പോലും അറിയാതെ തട്ടിക്കൊണ്ട് പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. ഏതായാലും ഇവരുടെ ഈ അഭിപ്രായ വ്യത്യാസം കാരണം നന്ദനെ എല്ലാവരും തന്നെ അറിയാതെ ഋഷിയാന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നീട് നന്ദനെ കാണാൻ വേണ്ടിയിട്ട് ഇസബെല്ലയും കെവിനും ആ ഒരു ഒളിസങ്കേതത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഇസബെല്ലനെ അവിടെയുള്ള ഗുണ്ടകൾ തടയാണ്. നന്ദനെ കാണാൻ പറ്റില്ല, അവനിവിടെ ഇല്ല എന്ന് പറയുമ്പോഴാണ് ഇസബെല്ല ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതായത് താൻ വിട്ട ആൾക്കാരെല്ലാം നന്ദനെ തട്ടിക്കൊണ്ടുവന്ന എന്നൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഇതറിഞ്ഞ ഇസബെല്ല എന്നുണ്ടെങ്കിൽ ഋഷിയെ വിളിക്കുകയാണ്. ഋഷി പറയുന്നുണ്ട്, നിന്റെ അതിബുദ്ധിയാണ് ഇതിനെല്ലാത്തിനും കാരണം. നന്ദനെ ഇപ്പൊ കാണാൻ പറ്റില്ല, അവനെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇസബെല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ ആവുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഋഷിയും ഇസബെല്ലയും കെവിനും തന്നെ ഒന്നിച്ചേർന്ന് എല്ലാ പ്ലാനുകളും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇസബെല്ലയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഋഷി CPയുടെ സഹായപ്രകാരം നന്ദനെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഫോണിൽ കൂടെ പറയുന്നത് കേൾക്കുന്ന അരുന്ധതി എന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഇസബെല്ല പോലും അറിയാതെയാണ് ഋഷി ഈ ഒരു നീക്കം നടത്തിയിരിക്കണമെന്ന്. ഏതായാലും അരുന്ധതി എന്നുണ്ടെങ്കിൽ കൂടുതൽ ടെൻഷനായിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകൻ ഈ ചെയ്തു കൂട്ടുന്നതെല്ലാം എന്താണ്, അവൻ്റെ പോക്ക് ശരിയല്ല എന്നൊരു കാര്യം അരുന്ധതി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. നന്ദനെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല, ഋഷിയാന്നുണ്ടെങ്കിൽ തന്നെ പറ്റിക്കായിരുന്നു എന്നൊരു കാര്യം മനസ്സിലാക്കിയ ഇസബെല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഏതായാലും കെവിനെ കൂട്ടിയിട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ദേവിക എന്നുണ്ടെങ്കിൽ എസ്തപ്പാൻ്റെ സഹായം തേടാനായിട്ട് പോവുകയാണ്. ഏതൊരു സാഹചര്യത്തിലും ദേവികയ്ക്ക് ഒരു സഹായമായി മാറണത് എസ്തപ്പാൻ തന്നെയാണ്. ഏതായാലും ദേവിക പോണ സമയത്ത് എസ്തപ്പാൻ അവിടെ ഉണ്ടായിരുന്നില്ല. ദേവിക അറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വിശേഷങ്ങളൊക്കെ ദേവികയോടെന്നുണ്ടെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. സ്വത്തിൻ്റെയും എല്ലാ തർക്കങ്ങളും തീർന്നു, ഇപ്പൊ മന്ത്രിയായി എന്നെല്ലാം കേട്ടു, അതിലെല്ലാം തന്നെ സന്തോഷമുണ്ട് എന്നൊരു കാര്യം എസ്തപ്പാൻ എന്നുണ്ടെങ്കിൽ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ദേവിക എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതായത് നന്ദനെ കാണാനില്ല, അരുന്ധതി, ഇസബെല്ല, കെവിൻ ഇവരെയൊക്കെ ഡൗട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ എസ്തപ്പാനോട് പറയുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുമ്പോൾ എസ്തപ്പാൻ എന്നുണ്ടെങ്കിൽ ആകെ പേടിച്ചു പോവുകയാണ്. അതായത് അയാൾക്കും അരുന്ധതിയുടെ മേലെ നല്ലൊരു ഡൗട്ട് വരുന്നുണ്ട്. എന്തായാലും ദേവികയെ സഹായിക്കാനായിട്ട് എസ്തപ്പാൻ ചേട്ടൻ തന്നെ ഇറങ്ങാൻ പോവുകയാണ്. ഇതോട് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ തെളിയാനും പോകുന്നുണ്ട്. ഏതായാലും നന്ദന്റെ തിരോധാനത്തിന്റെ പിന്നാലെ അരുന്ധതിയും ഐസബെല്ലയും തന്നെയാണ് എന്നൊരു കാര്യം എസ്തപ്പാൻ എന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുന്നുണ്ട്. മോൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞാൻ എന്തെങ്കിലും കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടത്തിയിരിക്കും. ഇനി നന്ദനെ കണ്ടുപിടിക്കുക എന്നത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന വാക്ക് തന്നെയാണ് ദേവിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് എസ്തപ്പാൻ എന്നുണ്ടെങ്കിൽ നന്ദനെ തിരയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഹരിവക്കീലെന്നുണ്ടെങ്കിലും തൻ്റെതായ രീതിയിൽ എല്ലാം ചെയ്യുന്നുണ്ട്. അതായത് നന്ദൻ എവിടെയാണ് എന്നൊരു കാര്യം നോക്കുന്ന സമയത്ത് ഇസബെല്ലനെയും അരുന്ധതിയുമാണ് എത്തിക്കുന്നത്. ഏതായാലും ഇവരെല്ലാം ചേർന്നിട്ട് എല്ലാ കാര്യങ്ങളും തെളിയിക്കാൻ പോവാണ്. വൈകാതെ തന്നെ നന്ദനെ കണ്ടുപിടിക്കും എന്നൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിൻ്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.